നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. റൂം നമ്പർ 103-ന്റെ ഫ്ലഷ് വർക്ക് ചെയ്യുന്നില്ലെന്ന് പറഞ്ഞല്ലോ. ആര് പറഞ്ഞു? മാനേജറാണ് ഞങ്ങളോട് പോയി റെഡിയാക്കാൻ പറഞ്ഞത്. ഇവിടെ ഏതോ ഫംഗ്ഷൻ വന്ന ഗസ്റ്റിന്റെ റൂമാണെന്നാണ് പറഞ്ഞത്. അത് ഗൗതം സാറിന്റെ നിധി മാഡത്തിന്റെ റൂമാണല്ലോ. പക്ഷേ ഇവിടെ കംപ്ലൈന്റ്സ് ഒന്നും മാർക്ക് ചെയ്തിട്ടില്ലല്ലോ. അല്ല, ഇപ്പൊ ചാവി തല ബുദ്ധിമുട്ടാണെങ്കിൽ ഞങ്ങൾ വിമാനം വിളിച്ചോണ്ടിരാണ്. അല്ല, ഇപ്പൊ എന്ത് ചെയ്യാനാ? കംപ്ലൈന്റ് ചെക്ക് ചെയ്തിട്ട് ചാവി ഇവിടെ തിരിച്ചേൽപ്പിക്കണം കേട്ടോ. ഉള്ളിൽ കുത്തും പെണ്ണാണേ, ഒരു കൊട്ട സ്വപ്നം തന്നോരോമൽ മുത്താണേ. ഞാൻ പണ്ട് കച്ചൻ കെട്ടി നിന്നെ കെട്ടാൻ നിപ്പാണേ, പടിയോരം വെള്ളിപ്പല്ല കെത്തി തിന്നാണേ. ഇനി പ്രശ്നം വെച്ചിട്ടും കാര്യമില്ല പാർവതിയമ്മേ, ഒന്നും ഗണിക്കാനാവില്ല. നമുക്കിവിടെ നിർത്താം. ശുഭലക്ഷണമല്ല ഒന്നിലും കാണുന്നത്. അയ്യോ തിരുമേനി, ഞാൻ ഒരുപാട് പ്രതീക്ഷയോടെ തിരുമേനിയെ കാത്തിരുന്നത്. അപമൃത്യു എന്നൊക്കെ പറഞ്ഞപ്പോ പേടിയാവുക. ഗൗതമിന്റെ ജാതകം കൈവശമുണ്ടോ? ജാതകമുണ്ട്. എങ്കിൽ ആ ജാതകം ഒന്ന് എടുത്തോണ്ട് വാ. ശരി തിരുമേനി. ഗൗതം, അമ്മയാ, ഒരു മിനിറ്റ്. എന്താ അമ്മേ? നീ എന്താ ഫോൺ എടുക്കാൻ ഇത്രയും വൈകിയത്? ഇവിടെ ആകെ പാട്ടും ബഹളവും ഒക്കെയാണമ്മേ. അകത്ത് വെച്ച് കോൾ എടുത്താലും ഒന്നും കേൾക്കാൻ പറ്റില്ല. ഞാനേ ഇപ്പൊ ഒന്ന് മാറി നിന്നാ ഫോൺ എടുത്തത്. അമ്മ എന്തിനാ വിളിച്ചേ? എടി മോളെ, തിരുമേനി പെട്ടെന്ന് ഗൗതമിന്റെ ജാതകം എടുത്തോണ്ട് ചെല്ലാൻ പറഞ്ഞു. അതെവിടെയാ കൊണ്ടുവച്ചിരിക്കുന്നേ? ഈ മുറി ആകെ ഞാൻ നോക്കി, കാണുന്നില്ലല്ലോ. തിരുമേനി എത്തിയോ? എന്തു പറഞ്ഞു അമ്മേ തിരുമേനി? അതൊക്കെ വന്നിട്ട് പറയാം. നീ അവിടെ തിരക്കിൽ നിൽക്കല്ലേ? നീ ജാതകം എവിടെയാ വെച്ചിരിക്കുന്നെന്ന് പറ. അമ്മയുടെ റൂമിലല്ലേ ജാതകം ഇരിക്കുന്നത്? നമ്മൾ രണ്ടും കൂടിയല്ലേ അത് ലോക്കറിൽ കൊണ്ടുവച്ചത്. അമ്മ എന്താ മറന്നുപോയോ? അയ്യോ, ശരിയാണല്ലോ. അപ്പോഴത്തെ വെപ്രാളത്തിന് ഞാനങ്ങ് വിട്ടുപോയി. ജാതകം നോക്കിയിട്ട് വരട്ടെ. എന്നാ പിന്നെ നീ വെച്ചോ, ഞാൻ പോയി എടുത്തോളാം. ശരി എന്നാ. അത് പ്രണവ് വന്ന കാറല്ലേ? ഇതെന്തിനാ ഇപ്പൊ സ്നേഹ അൺലോക്ക് ചെയ്യുന്നത്? സ്നേഹ എന്തോ കൊണ്ടുവന്ന കാറിലിട്ടല്ലോ. ഇതിലെന്തോ പന്തികേടുണ്ട്. കാര്യം പറയാനുണ്ട്. ആകാശം വീശുന്നുണ്ട് മേഘത്തുവാല, പാടാനി ഞാനില്ലേ ജില്ലം ജില്ലാല. Dear couples, let's start the game show.
Celebrate the journey, whether you have been together for 6 months or 60 years. നമ്മുടെ ആദ്യ ഗെയിം ഷോയുടെ പേരാണ് ഫൈൻഡ് യുവർ പാർട്ട്ണർ. കണ്ണു മൂടിക്കെട്ടിയ ഭാര്യമാർ അവരുടെ ഭർത്താക്കന്മാരെ കൈകൊണ്ട് തൊട്ടു നോക്കി തിരിച്ചറിയണം. തൊട്ടു നോക്കാനെന്ന് പറയുമ്പോൾ കൈപ്പത്തിയിലല്ലാതെ ഭർത്താക്കന്മാരുടെ മുഖത്തോ ശരീരത്തിലോ ഡ്രസ്സിലോ തൊടാൻ പാടില്ല. തൊട്ടാൽ ആ ടീം പുറത്താവും. സ്വന്തം ഭർത്താവിന്റെ കയ്യിലാണ് സ്പർശിക്കുന്നെങ്കിൽ ആ ഭാര്യയ്ക്ക് യെസ് എന്ന് ഉറക്കെ വിളിച്ചു പറയാം. അത് ഭർത്താവല്ല എന്ന് ഉറപ്പിച്ചു കഴിഞ്ഞാൽ നോ എന്ന് പറഞ്ഞ് വരിയിൽ നിൽക്കുന്ന അടുത്ത ആളിലേക്ക് പോവാം. അപ്പൊ ഗെയിം ഷോ തുടങ്ങാം. റെഡിയല്ലേ എല്ലാരും? അപ്പോ ആദ്യ ടീം പ്രണവ് ആൻഡ് ശിവാനി. ഒരു സ്പർശനം കൊണ്ട് സ്വന്തം പാർട്ണറെ തിരിച്ചറിയാനായാൽ അവരെ നമ്മൾ ഇന്റിമേറ്റ് കപ്പിൾസ് ആയി പ്രഖ്യാപിക്കും. പ്രണവും ശിവാനിയും ഈ മത്സരത്തിൽ വിൻ ചെയ്താൽ അവർക്ക് കൊടുക്കാനുള്ള സമ്മാനവും റെഡി ആയിട്ടുണ്ട്. അത് എടുത്തു കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഗൗതമിനെയും നിധിയെയും ക്ഷണിക്കുന്നു. ഗൗതം ആൻഡ് നിധി, പ്ലീസ് കം. അപ്പൊ ഗിഫ്റ്റ് എത്തിക്കഴിഞ്ഞു. നമ്മുടെ ശിവാനിയുടെ കണ്ണു മൂടിക്കെട്ടാൻ പോവാം. വന്നോളൂ. അങ്ങോട്ട് അപ്പോ നമുക്ക് ഗെയിം സ്റ്റാർട്ട് ചെയ്യാം. ശിവാനി റൈറ്റ് സൈഡിലാണ് ഭർത്താവ് നിൽക്കുന്നത്. അപ്പോ എല്ലാവരും കൈ നീട്ടി വെച്ചോളൂ. ഓക്കെ, ഇപ്പൊ ആദ്യത്തെ ആളുടെ മുന്നിൽ ശിവാനി നിൽപ്പുണ്ട്. ലെറ്റ്സ് സ്റ്റാർട്ട് ദി ഗെയിം. No. No. Yes. ഗൗതം പ്ലീസ് ഗിഫ്റ്റ് കൊടുക്കാം. The next participants, Gautam and Nidhi.